സാറേ, ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദനയായ രണ്ട് ഭീകര പ്രസ്ഥാനങ്ങളാണല്ലോ. രണ്ടെണ്ണമെങ്കിലും പറഞ്ഞാൽ ആദ്യം പറയേണ്ട പേര് ലഷ്കർ എ തൊയ്യബയും ജയ്ഷെ മുഹമ്മദുമാണ്. അവരാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കാൻ വന്നത്, അവരാണ് ബോംബെയിൽ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത്, അവരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ എന്നത്തെയും തലവേദന അവരാണ്. ഏറ്റവും ഒടുവിൽ അവരാണ് പഹൽഗാം കൂട്ടക്കൊല നടത്തിയത്. അപ്പോൾ പുതിയ പേരിലൊക്കെയാണ് വരിക, പക്ഷേ അടിസ്ഥാനം ഈ രണ്ടെണ്ണമാണ്. പക്ഷേ രണ്ടിൻ്റെയും ആസ്ഥാന മന്ദിരങ്ങൾ അത്യഗാധമായ വേരോടുകൂടി തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ. 9 കേന്ദ്രങ്ങൾ തകർത്തു. അതോടുകൂടി യഥാർത്ഥ യജമാനം പുറത്തു വന്നു. ഞങ്ങളുടെ ശുഹതാക്കളാണേ, ഞങ്ങളുടെ രക്തസാക്ഷികളാണേ, ഞങ്ങളെ പോരാളികളാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം നേരിട്ട് രംഗത്ത് വന്നു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇവർ നിലനിൽപ്പിന് വേണ്ടി അതിജീവനത്തിൻ്റെ പുതിയ ഒരു മുഖം തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വിവരം ജയ്ഷെ മുഹമ്മദ്. എന്തൊരു പരിഹാസ്യമെന്ന് ആലോചിച്ച് പോകും സാർ. പ്രവാചകൻ മരിച്ചു പോയിട്ട് 15 നൂറ്റാണ്ട് കഴിഞ്ഞു. ആ പ്രവാചകൻ്റെ രക്ഷയ്ക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ പട്ടാളം ഉണ്ടാക്കുന്നവൻ്റെ പേരാണ് ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവനെന്തോ ആ പേരും വലിയ അപകടത്തിലാണ്. ഇന്ത്യ ഗവൺമെൻറ് ആയിരിക്കണം അവൻ്റെ പിന്നാലെ വേട്ടയാടി പിടിക്കുന്നത്. എന്തായാലും അപ്പേരിൽ ഇനി ഭൂമിയിൽ നിലനിൽക്കാനാവില്ല എന്നുള്ളൊരു സൂചനയും തോന്നലും അവർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പുതിയൊരു പ്രസ്ഥാനം, ഇതിൻ്റെ തന്നെ ഡിസ്ഗൈസ്ഡ് ആയിട്ട് മറ്റൊരു വേഷത്തിൽ പുതിയൊരു പ്രസ്ഥാനം ലോകമൊട്ടാകെ കെട്ടിപ്പടുക്കാൻ പണവും സാങ്കേതിക സഹായവും ഒക്കെ സംഘടിപ്പിക്കാനുള്ള, പുതിയ ആളെ റിക്രൂട്ട് ചെയ്യാനും ഒക്കെയുള്ള പഴയ ദുഷ്പേര് കളഞ്ഞ് പുതിയൊരു പുത്തൻ അവതാരമാകാനും സാധ്യതയുണ്ട്. മുമ്പ് ഇവര് ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജയ്ഷെ മുഹമ്മദിന്റെ പേര് അങ്ങനെ തന്നെ മാറ്റിയിട്ടേ ഈ പുതിയ ബ്രാൻഡായിട്ട് അത് വരുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പുതിയതിൻ്റെ പേര് അൽ മുറാബുദ്ദീൻ എന്നാണ്. അൽ മുറാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രതിരോധക്കാർ, ഡിഫൻഡേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിരോധിച്ച ഭീകര സംഘടനയാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവരുടെ മുറിദ്കെ, ബഹവൽപൂരിലേക്ക് ആസ്ഥാനങ്ങളൊക്കെ തകർത്തതാണ്. ഇനി ഈ ആസ്ഥാനങ്ങൾ പുതുതായിട്ട് പണിതെടുക്കേണ്ടതുണ്ട്. പട്ടാളം കുറച്ച് പൈസ കൊടുക്കാം എന്ന് പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗാസയിൽ ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ പുതുക്കിപ്പണിയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗാസയിലെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞാണ് പിരിക്കുക. അതായത് 1000 രൂപ പിരിച്ചു കഴിഞ്ഞാൽ 750 രൂപ ഇവിടെയും 250 രൂപ ഗാസയ്ക്കും കൊടുക്കും. ഇങ്ങനെയാണ്. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് പിരിക്കുന്നുണ്ട്. പട്ടാളക്കാരും കൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് പട്ടാളക്കാരുടെ കൂടെ നിന്ന് പടം എടുക്കും ഇവർ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യും. എന്നിട്ട് അതിനുവേണ്ടി വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് പിരിച്ചിട്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ പണിയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാർത്തകൾ വന്നിരുന്നു. ഇപ്പം ഇവർ കാരണം നിരോധിച്ച ഭീകര സംഘടന, ഓപ്പറേഷൻ സിന്ദൂറിലെ തകർത്ത സംഘടന എന്നൊക്കെ പറഞ്ഞ് ജയ്ഷെ മുഹമ്മദിന് ചീത്തപ്പേര് വന്നപ്പോൾ പുതിയ പേരിൽ പ്രത്യക്ഷപ്പെട്ട് പിരിച്ച് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം എന്നാണ് കരുതുന്നതെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണ് ജയ്ഷെ മുഹമ്മദ് അൽ മുറാബുദ്ദീൻ ആയി മാറുന്നത്. അപ്പോൾ അവിടുത്തെ പട്ടാളത്തിൻ്റെ ഒരു നിഴൽ സംഘടനയാണ് ഇത്, നിഴൽ സംഘം. കാരണം ഇവരുടെ തന്നെ നേതാക്കൾ ഈ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നല്ലോ. നമ്മുടെ മറ്റേ നേതാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ പട്ടാളം തന്നെ വന്ന്, കോർ കമാൻഡർ തന്നെ വന്ന് സല്യൂട്ട് ചെയ്യണം എന്നൊക്കെ മുനീർ സാഹബ് ഉത്തരവിട്ടിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ നാമകരണ ചടങ്ങ് അടുത്ത ആഴ്ച ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ പേരിടുന്നത് മസൂദ് അസറിന്റെ സഹോദരൻ, മസൂദ് അസറാണല്ലോ ഇതിന്റെ മേധാവി. മസൂദ് അസറിന്റെ സഹോദരൻ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു. യൂസഫ് അസറിന്റെ ഒരു ഓർമ്മ ചടങ്ങ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മാഷെ? അതിന് ഇത്ര ദിവസം കൂടുമ്പോ സ്മരണ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. 40 ദിവസമായിരിക്കും. അങ്ങനെ ആയിരിക്കും, അതായിരിക്കും. അപ്പോൾ ആ ചടങ്ങിൽ ആണ് ഈ ബ്രാൻഡ് നെയിം മാറ്റുന്നതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ്റെ അകത്തെ ഓപ്പറേഷനുകൾക്ക് മുഴുവൻ ഈ അൽ മുറാബുദ്ദീൻ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മുറാബുദ്ദീൻ ആണ് ഇനി ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തിയാൽ അൽ മുറാബുദ്ദീൻ എന്ന് പറയുമോ എന്ന് നമുക്കറിയില്ല. കാരണം അവർ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നല്ലേ
പഹൽഗാമില് അതെ. പഹൽഗാമിൽ ഇംഗ്ലീഷ് പേരാണ് ഉപയോഗിച്ചത്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പേരിലായിരിക്കും ആഗോളതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ ജെയ്ഷെ മുഹമ്മദിന് ഉപരോധമുണ്ട്, അമേരിക്കയുടെ ഉപരോധമൊക്കെ ഉണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കലശലായിട്ടുണ്ട്, അത് പാകിസ്ഥാന് തന്നെയുണ്ട്. അപ്പോൾ FATF എന്ന് പറഞ്ഞ ആഗോളതലത്തിൽ പല രാജ്യങ്ങൾ അംഗമായിട്ടുള്ള സംഘടനയുണ്ട്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതാണ് FATF. FATF-ൽ പോയിട്ടാണ് ഇന്ത്യയും അതിൽ അംഗമാണ്. ഇന്ത്യ പോയിട്ട് പാകിസ്ഥാനെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, കാരണം അവർ ജെയ്ഷെ മുഹമ്മദിനെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ IMF-ൻ്റെ വായ്പയൊന്നും കിട്ടില്ല. ഇതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും പാകിസ്ഥാനെ പറ്റി പറയുകയും ഗ്രേ ലിസ്റ്റിൽ FATF പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ. അപ്പോൾ FATF-ൻ്റെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്, ഫണ്ട് പിരിക്കുന്നു, ഡിജിറ്റൽ വാലറ്റുകൾ വഴി ജെയ്ഷെ മുഹമ്മദ് ഈ ഇന്ത്യ തകർത്ത കേന്ദ്രങ്ങൾ മുരിക്കെ ഒക്കെ പണിയാൻ ഡിജിറ്റൽ വാലറ്റ് വഴി പൈസ പിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ വാലറ്റ് എന്ന് പറയുമ്പോൾ ഈ അന്വേഷകർക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഈ ടെലഗ്രാം ഒക്കെ പോലെ ഡിജിറ്റൽ വാലറ്റുകൾ അല്ലാതെ തന്നെ ഉണ്ട് ഈസി പൈസ. പിന്നെ പാകിസ്ഥാൻ്റെ തന്നെ സാദാ പേ, നമ്മളിവിടെ ഗൂഗിൾ പേ എന്നൊക്കെ പറയില്ലേ, കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇങ്ങനത്തെ ഡിജിറ്റൽ വാലറ്റുകൾ വഴിയാണ് ഇവർ പരസ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്ത് ഗൾഫിൽ നിന്നൊക്കെ പൈസ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്. പിന്നെ മോസ്കിന് വേണ്ടി പിരിക്കുന്നു എന്നുള്ള വ്യാജേനയാണ് പിരിക്കുന്നത്. മർക്കസുകൾ പണിയാൻ പോകുന്നു. അപ്പം 390 കോടി രൂപ ആണ് പിരിച്ചെടുക്കേണ്ടത് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. 313 പുത്തൻ മർക്കസുകൾ ആണ് പണിയാൻ പോകുന്നത് ഈ കേന്ദ്രങ്ങൾ പുതുക്കുന്നതിന് പുറമെ. പാകിസ്ഥാനിലാണോ? പാകിസ്ഥാൻ്റെ അകത്ത്. അപ്പോൾ ISIയുടെ പിന്തുണയോടുകൂടിയാണ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകൾ, അതിനെന്താ പറയുക, ജുമുഅ, ആ പ്രാർത്ഥനകളിൽ ഈ ആവശ്യമൊക്കെ അവിടെ പള്ളികളിൽ മോസ്കുകളിൽ ഉന്നയിക്കുന്നുണ്ട്. ഗാസയ്ക്ക് ജീവകാരുണ്യം എന്ന് പറഞ്ഞ് പിരിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 5 ഡിജിറ്റൽ വാലറ്റുകൾ വഴി പിരിക്കുന്നു. അതിൽ 2 ഈസി പൈസയും സാദാ പേയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 14 ഈ കഴിഞ്ഞ ദിവസം റിക്രൂട്ട്മെൻറ്റുകൾ, യുവാക്കളുടെയൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ നടന്നു ജെയ്ഷെ മുഹമ്മദിലേക്ക്. അത് ഗാർഹി ഹബീബുള്ള എന്ന് പറഞ്ഞ നഗരത്തിൽ വെച്ചായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. മൻസറ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ നഗരം യുവാക്കളെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തത്. കാരണം ഒരുപാട് പേര് മയ്യത്തായല്ലോ, ശ്രോതാക്കളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പുതിയ ആളുകളെ വേണം. അപ്പം ഇതിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി എന്ന് പറഞ്ഞ ആളാണ്, കശ്മീരിയാണ് ഇതിൻ്റെ റിക്രൂട്ട് ചെയ്യാൻ വന്നത്. ഈ റിക്രൂട്ട്മെൻറ്റ് ദുബായിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടന്നില്ലേ, അതിന് തൊട്ട് മുമ്പ് ആയിരുന്നു ഇത് നടന്നത്. 2001 പാർലമെന്റ് ആക്രമണം, നവംബർ 26 നടന്ന മുംബൈ ആക്രമണം, യൂറി, പുൽവാമ പട്ടാള ക്യാമ്പുകളിലെ ആക്രമണം ഇല്ലേ, പത്താങ്കോട്ട്, ഇതൊക്കെ ചെയ്ത സംഘടനയാണ് ഇത്. അപ്പോൾ ഈ പേരുമാറ്റം കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ആ പേരുമാറ്റത്തിൻ്റെ ചില സാധ്യതകൾ സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചില സാധ്യതകൾ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് ഒന്ന് ഓടിച്ച് പറയാം. ഒന്നാമത്തെ സാധ്യത, പാകിസ്ഥാനകത്ത് ഒരു പുതിയ നീക്കം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലൊരു പട്ടാള അട്ടിമറി വരാം. അസീം മുനീറിന് ചില ഭരണ താല്പര്യങ്ങളുണ്ട് അധികാരത്തിലേക്ക് വരാൻ. അതുകൊണ്ട് അസീം മുനീറിനെ പൂർണ്ണമായി പിന്തുണക്കുന്നവരും അല്ലാത്തവരുമായ ഒരു ഗ്രൂപ്പിസം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് പൂർണ്ണമായും ഡിസോൾവ് ചെയ്ത് പോയിട്ട് പുതിയ പേരിൽ വരുമോ? അതല്ല, അതിനകത്തു നിന്ന് തന്നെ ഒരു അസീം മുനീർ വിരുദ്ധ ഗ്രൂപ്പായിട്ട്, ഒരു ഭരണകൂട വിരുദ്ധ വിഭാഗമായിട്ടാണോ ഇത് വരുന്നത് എന്ന് കണ്ടറിയണം. രണ്ടാമത്തെ കാര്യം, ഈ ജെയ്ഷെ മുഹമ്മദിനകത്ത് നടന്ന അത് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കകത്തുമുണ്ട്. നമ്മളെ സഹായിക്കുമെന്ന് കരുതിയവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ലോകത്തിലെ ഭീകര പ്രസ്ഥാനങ്ങളെ, ഇത്തരത്തിലുള്ള തീവ്രവാദ ഡിഫൻസ് മൂവ്മെൻറ്റുകളെ സഹായിക്കാൻ ഇറാനെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയിരുന്നു.
ഇപ്പോൾ ഇറാൻ്റെ സഹായം പോലും ഈ അവരുടെ ഷിയ വിഭാഗങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുന്നി വിഭാഗങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിന് തക്ക മൂവ്മെൻറ്റുകൾ, അതിന് ഞാൻ കേട്ടത് ഇവരെ ഒന്നും ഇപ്പോൾ സൗദി അറേബ്യ പ്രത്യക്ഷത്തിൽ സഹായിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് സ്വയം പോറ്റാനും കഴിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ തുർക്കി കേന്ദ്രമായി തുർക്കിയുടെ സഹായത്തോടു കൂടി ഒരു പുതിയ സുന്നി തീവ്രവാദ പ്രസ്ഥാനം ISISൻ്റെ മനസ്സുള്ളതും എന്നാൽ കുറെ കൂടി ഈ ജനകീയ മുഖമുള്ളതുമായ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു എന്ന് കേട്ടിരുന്നു. മൂന്നാമത്തെ കാര്യം ഈ തീവ്രവാദികളെ പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് അവരുടെ മുഴുവൻ താവളവും അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യ UN ഉന്നയിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചിരിക്കുക, പാകിസ്ഥാനിൽ ഇവരെ ഒളിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് ഏഷ്യയുടെ ഒരു സെൻറ്ററാണ്. ഏത് മിഡിൽ ഈസ്റ്റിനെയും ഈസ്റ്റ് ഏഷ്യയെയും ഒക്കെ ഇത് ബാധിക്കാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ്. അഫ്ഗാൻ ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പഴയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, പഴയ പേരുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വേരുറപ്പിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നൊരു നയത്തിലേക്ക് അവിടുത്തെ താലിബാൻ ഗവൺമെൻറ്റും പോകുന്നുണ്ട്. അവിടെ വേര് പിടിക്കണമെങ്കിലും ഒരു പുതിയ പേരുള്ള ഒരു സാധനം വേണ്ടി വരും. ഇങ്ങനെ പല സാധ്യതകളാണ്. സാറി പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ സാധ്യതകളിൽ ഏതൊക്കെയോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവണം ഇതിനകത്ത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ ഏത് കഞ്ഞിയും ഏത് കോലത്തിൽ വന്നാലും ഏത് പാത്രത്തിൽ വന്നാലും ലോക സമാധാനത്തിന് ഭീഷണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പുതിയ കുപ്പായിട്ട് വരുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് അർത്ഥം. അത് അവർക്ക് പുതിയ ലോകത്ത് നിന്ന് പണം സംഭരിക്കാൻ, പുതിയ ലോകത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാറിന് ഓർമ്മയില്ലേ, കല്യാണ വീടുകളിൽ സഹായികളായിട്ടാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വന്നത്. കല്യാണ വീടുകളിൽ സഹായിക്കാൻ അവർ കാര്യമായി ചെയ്യുക എന്താണെന്നറിയോ, പോത്തിനെ അറുക്കുന്നിടത്ത് ചെന്നിട്ട് ചോരയുടെ അറപ്പ് തീർക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരക്കാരാണ്. പിന്നെ ഈ കാരണം ശരിയാണ്, മർക്കസുകൾ. ഇത് പാകിസ്ഥാന് മാത്രം ബാധകമല്ല, നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, മർക്കസുകൾക്ക് 2 ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, നിസ്കാരം, പ്രാർത്ഥനാലയങ്ങൾ എന്ന വ്യാജേന ആയുധ പരിശീലനത്തിന് വ്യാപകമായ സൗകര്യങ്ങൾ ഉണ്ടാവുക. ഞങ്ങളുടെ മഞ്ചേരിയിൽ സ്ഥാപനങ്ങളുണ്ട്. രണ്ടാമത്തേത്, അനുബന്ധ സ്ഥാപനങ്ങളായിട്ട് ഈ മർക്കസുകൾ ചെയ്യുന്നത് മതപരിവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടാവുക. മതം മാറിയവരെ പരിശീലിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള അവസ്ഥ ഉണ്ടാക്കുക. ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. ലോകമൊട്ടാകെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഭീകരവാദത്തെ സഹായിക്കുന്ന ഒരു പുതിയ വിങ് ഉണ്ടായി വരികയാണ്. നിലവിലുള്ള യജമാനന്മാർ സഹായിക്കുന്നില്ല എന്ന ഒരു പരാതി എല്ലാ തരം തീവ്രവാദികൾക്കുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ പേര് മാറ്റുന്നത്. അത് ഏത് കാരണമാണ് ഏറ്റവും ശക്തമായി വർക്ക് ചെയ്തത് എന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.